രാവിലെ എനിക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അമ്മ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കട്ടൻ ചായ മാത്രം വെക്കുന്നത്, അതെനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അമ്മ പറയണേ ഞാൻ കേട്ടു. മൈദ ദോശ എന്ന് പറയണ്ടായി, പുട്ട് എന്ന് പറയണ്ടായി, കടലുപ്പേരി എന്ന് പറയും, കടലക്കറി എന്ന് പറയണ്ടായി, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സുഖം മൈദ ദോശ ഏറ്റവും ഇഷ്ടമായിട്ട് ഉണ്ടാക്കി എടുക്കല്ലേട്ടാ. പെട്ടെന്ന് കഴിയും മൈദ ദോശ ഉണ്ടാക്കട്ടെ. ഏട്ടനാണെങ്കിലോ ഈ പുട്ടൊന്നും അധികം ഇഷ്ടമില്ലാത്ത മൈദ ദോശയാണ് ഇഷ്ടം അല്ലേ. അത് വേറെ ഒന്നല്ലാട്ടെ, ഇന്നെന്തോ തണുപ്പുണ്ട്, ഒരു കഫം കിട്ടിയൊരു ഫീലല്ലേ. മഴ പെയ്തതിൻ്റെയാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് രാവിലെ എനിക്കുമ്പോൾ മഴ പെയ്താൽ ഒരു കഫം കിട്ടിയ ഫീൽ വരും. അത് എനിക്കുമ്പോഴതാ. അപ്പൊ ചായ ചൂടോട് കുടിച്ചാൽ സെറ്റ് അല്ലേ. എനിക്ക് രാവിലെ എനർജി കിട്ടണമെങ്കിൽ ചായ വേണം. എനിക്ക് കഫമില്ലെങ്കിലും എനർജി കിട്ടണമെങ്കിൽ ചായ വേണം കേട്ടോ. എൻ്റെ മുഖം എന്തൊരു നീര് പിടിച്ചോണെന്ന് അല്ലേ, എന്തോ മുഖത്ത് നീര് പിടിച്ചോണ്ട്. പിന്നെ കുണിക്കുന്നു, സ്കൂളിൽ പോയിട്ടില്ല. കുണിക്കുമ്പോൾക്ക് പനി. പിന്നെ കുണുക്കൻ അത് മാനിച്ച് അവിടെ പോയില്ല. കുണിക്കുമ്പോൾക്ക് പനിയാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഫുഡെടുത്തരാ. ചായ വേണോ? പനിക്കാരി ഇപ്പൊ കുറച്ചൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് വന്ന് കരച്ചിലും വീച്ചിലൊക്കെ ആയിരുന്നു അല്ലേ. എന്തായി പനി? തക്കുടേണ്ടി ഞങ്ങളിപ്പോ ഉള്ള തക്കുടേണ്ടി എന്നിട്ട് വിളിക്കുന്നത്. കാണിച്ച തക്കുടേണ്ടി തക്കുടേണ്ടി പക്കുടിച്ചേട്ടൻ അതിൻ്റെ കൂടെ അല്ലേ. എനിക്ക് വെച്ചിട്ടുണ്ടോ ബേബിക്ക് വെച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ എനങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് ഇവര് എനങ്ങനെ സമയത്ത് ചിലപ്പോ ഉറങ്ങണ നേരത്തൊക്കെ ആവൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ ബേബി? നല്ല വെച്ചിട്ടുണ്ടോ ചോദിച്ചോക്കെ. ഫുഡ് കഴിച്ചോ? എന്താ ഫുഡ് പറഞ്ഞു കൊടുത്ത്? ചിക്കൻ കറിയും പുട്ടും കടലക്കറിയും ദോശയും ഇതൊക്കെ കുടിക്കണ്ടാക്കി രാവിലെ വെച്ചിട്ട്. ഫുഡ് കഴിക്കാം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണ ബാക്കി കാര്യങ്ങൾ വേണം കേട്ടാ. അങ്ങനെ ഇതാ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാൻ കേട്ടോ. അപ്പം ഞങ്ങൾ ചായയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും അവർ കഴിച്ച് കഴിയാറായിട്ടാണ്. എന്താ വെച്ചാൽ കുണിക്കും ഏട്ടനൊക്കെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നുള്ളത്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് പുട്ടുണ്ടാക്കി ഒരാൾക്ക് മൈദ ദോശ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ കുണിക്കും പുട്ടും ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട്. ഏട്ടൻ മൈദ ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടൻ ഇപ്പോഴത്തെ കോമ്പിനേഷൻ മൈദ ദോശയ്ക്ക് ചിക്കനാണല്ലേ. ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റോഡ് സൈഡിൽ നിന്നിട്ട് ഡബ് ചെയ്യുന്ന കാരണമാണ് ബൈക്കൊക്കെ പോണ സൗണ്ട് കിട്ടുക. അങ്ങനെ പിന്നെ കുണുക്കൻ്റെ ഫുഡ് ഇടി കഴിഞ്ഞു. ഞാൻ അപ്പോഴേക്കും എടുത്ത് കഴിക്കണുള്ളൂ. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തൊരു വീർമതി ഒരു ഇതൊക്കെ ആയിരിക്കും കേട്ടോ. സമാധാനായി 3 കുഞ്ഞിറങ്ങി കൊടുക്കാൻ അല്ലല്ല ഒന്ന് ആര് കലത്തിൽ കയറിയിട്ടില്ല അല്ലേ. വെട്ടാൻ പറ്റുമോ? അയ്യോ വെട്ടല്ലേ. അയ്യോ അയ്യോ മുളക്ക് ശങ്കര വരുന്നുണ്ട്. ചക്കമ്മക്ക് ശങ്കര അറിയില്ലല്ലോ. ഞാനാണ് ഓടുന്നത്. അല്ല ഇറങ്ങി. എന്റെ കുണിക്കല് മാത്രം അല്ല ഇറങ്ങാത്ത. കുഞ്ഞിന്റെ അന്ന ഇറങ്ങണ്ട. എന്റെ അന്ന കുണിക്കല് വേണ്ടെന്ന്. അത് റിസ്ക് അല്ല. ആരെയും കൊല്ലാൻ പറ്റില്ല. എന്റെ പിന്നില് വരണ്ടാട്ടോ. ഞാൻ അവിടെ നിന്ന് അനങ്ങില്ല. കണ്ടറിയാലോ. അപ്പൊ അങ്ങനെ ഫുഡ് അടി
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മള് രാവിലെ വീഡിയോ എടുത്തിട്ട് പിന്നെ അധികം ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങള് കുറച്ചേരം പിള്ളേരെ ഇരുന്ന് കളിച്ചു. അപ്പോഴേക്ക് നല്ല തലവേദന. പിള്ളേരൊക്കെ കുറച്ച് നേരത്തെ ചോറുണ്ട് കേട്ടാ. എനിക്ക് പിന്നെ അപ്പൊ വിശന്നില്ല. ഏട്ടന് ഇപ്പോഴും വിശക്കണില്ല അത്ര. അതൊന്നും ചോറിനില്ല. വിശക്കണില്ലെന്ന് അതുകൊണ്ടല്ല. ഡെയിലി ഏട്ടൻ അണ്ടിയുണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നുന്നുണ്ട്. ചോറും ഉണ്ണാൻ തോന്നണില്ല. അതല്ലേ അരിയുണ്ട അണ്ടിയുണ്ടാന്നും പറയും. അതില് ഇതിട്ടുണ്ട് അണ്ടിപ്പരിപ്പിട്ടതിന് അണ്ടിയുണ്ടാന്ന് പറയും. അണ്ടിപ്പരിപ്പിടാത്തതിന് അരി ഉണ്ടാന്ന് പറയും. പിന്നെ പഴം ഞാൻ കഴിച്ചോളൂ. അപ്പൊ അങ്ങനത്തെ കൺസൂൺസ് സാധനങ്ങൾ. പിന്നെ പുളി അച്ചാറ് ഇതൊക്കെ കയറ്റി കഴിഞ്ഞ് പിന്നെ വിശക്കണ്ടേ. അപ്പൊ ഇത്രയും നേരം ഏട്ടൻ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഏട്ടൻ കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്ന് കഴിക്കട്ടെ. ചില ദിവസം ഏട്ടൻ അങ്ങനെയാണ് ചോറുണ്ണാൻ തോന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനത്തെ ദിവസം തന്നെയാണ് ഇന്ന്. ബിരിയാണി മന്തിയൊക്കെ ഓട്ടോമാറ്റിക്കലി വിശക്കില്ല. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. എനിക്ക് തിരിച്ചാണ്. അതിനുമ്പ് അതെനിക്ക് വീട്ടിലത്തെ ഒരു ഊണായാൽ മതി. കുണുക്കൻ അങ്ങനെയാണ്. പക്ഷെ ഞാനും കുണിക്ക് അങ്ങനെയല്ല. എനിക്ക് വീട്ടിലത്തെ ഒരു ഊണായാലും മതി. ചിലപ്പോ വിശക്കും. ഒരു മീൻ വറുത്തൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അത് കണ്ട വിശക്കും. എന്ത് വേണ കുണിക്ക് പനിയായോണ്ട് പിന്നെ കുണിക്കുന്ന ഫുഡ് അടി കുറവാട്ടോ. ഉച്ചക്ക് കൊടുത്ത് തന്നെ കുറച്ച് കഴിച്ചോളാം. ചമ്മന്തി ഉണ്ടായില്ലേ? ചമ്മന്തി ഉണ്ടാക്കില്ലേ? ചമ്മന്തി നടക്കും. അത് അടിപൊളിയാ. ഇന്ന് ചിക്കൻ കറി, കടലുപ്പേരി, മോര് കറി ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ണിക്ക് വേണ്ടി ചോറിനാന്ന്. എനിക്ക് വേണ്ടിട്ടല്ല, ഉണ്ണിക്ക് വേണ്ടി ചോറിനാ. കുറച്ച് വെയിറ്റ് എന്റെ അനിയത്തി ഇങ്ങനെ വന്നിരിക്കും. അല്ലേ കുഞ്ഞു വായി കിട്ടാൻ ചേച്ചി അല്ല ഇഷ്ടല്ലേ ഞാൻ വാരി തന്നത്. മുടി തല കുളിക്കാത്താൻ രാവിലെ കുളി കഴിഞ്ഞത് കുട്ടീരെ തല കുളിക്കാത്താൻ. അവര് രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളി കഴിഞ്ഞ. പക്ഷെ തല കുളിക്കാത്താൻ ക്ഷീണം. ഞാൻ കുളിച്ചു. ചേട്ടന് ഞാനും കുളിച്ചു. എന്റെ തലമുടി തൊട്ടൊക്കെ ഇപ്പൊ ഉണങ്ങിയിട്ടും കൂടിയില്ല. ഞാൻ പക്ഷെ ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അതിന്റെയാണ് മുഖം ഇങ്ങനെ. പിന്നെ തലവേദന ഉണ്ടെങ്കിൽ എന്റെ മുഖം വീർത്തിരിക്കൂലേ. ഇന്നൊരു വീർമതുണ്ട്. മഴയുണ്ട്. പെട്ടെന്നൊരു മഴ വന്നല്ലേ. നാളെ അവധിയായിരിക്കോ? 2 ദിവസമല്ല, മൊത്തം 3 ദിവസം. അപ്പൊ കഴിഞ്ഞ ആഴ്ച പിന്നെ ഫുള്ള് ലീവ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം സ്കൂളിൽ പോയി. ഈ ആഴ്ച പിന്നെ ഈ ആഴ്ചയില് 2 ദിവസം ലീവ് കിട്ടി. ഇന്നലെ 100,000 ലീവ് ഉണ്ടാവും സ്കൂളല്ല ക്ലാസ് മാറും. കുട്ടിക്ക് ഇന്നലെ തൊട്ട് പറയണതാ പനീരാണ്. എന്നാ റെസ്റ്റ് എടുക്കൂല, വെറുതെ ഇരിക്കൂല. ഓളിട്ട് ഇന്നലെ തീരെ വയ്യാണ്ടായപ്പോ ഉറങ്ങി. ഇനി ട്യൂഷന് പോണം. മുടിയൊക്കെ കെട്ടിയിട്ട് ഞങ്ങക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്നാ കുഞ്ഞ് കുട്ടിയുടെ കൂടെ കിടന്ന് ഉറങ്ങും അല്ലേ. അതാണ് പ്ലാന് അല്ലേ. ചേട്ടന്റെ ഫുഡ് അടിന്ന് അപ്പൊ അങ്ങനെയൊക്കെ കടലുണ്ടല്ലോ. ഞങ്ങൾ ഫസ്റ്റ് ശരിയാട്ടെ ചലഞ്ചിന് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്നലെ വയ്യാണ്ടായോണ്ട് അത് ഫുള്ളായിട്ട് ഡ്രോപ്പ് ചെയ്യണ്ടോന്ന് ഞാൻ പറഞ്ഞില്ലേ. ചലഞ്ച് എടുക്കാനായിട്ട് ഞങ്ങൾ അല്ലേ കുറെ ചലഞ്ചൊക്കെ നോക്കിയല്ലേ. ഇവരുടെ 3 മേഗൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ കുണിക്ക് വയ്യാത്ത നമുക്ക് ഫുഡ് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണ്ട. ഇനിയാണെങ്കിൽ നാളെ ഒക്കെ എടുക്കാം. നാളെ മറ്റന്ന് എടുക്കാം. ഇന്ന് സമയം കഴിഞ്ഞു. ഇനി തല കുളിക്കുന്ന ദിവസം പറ്റുള്ളൂ. തല കുളിച്ച് സെറ്റപ്പ് ആണ്. വയറുവേദന ഇത്. അപ്പൊ ഇവിടെ ഒരാള് ഇല്ലാത്ത സ്ഥലത്ത് സൈക്കിൾ ചവിട്ടി. അതാണ് അവന്റെ സ്വഭാവം. അലമ്പ കുഞ്ഞിന് മോര് തൈര് വേറെ ഒന്നും വേണ്ട. മോര് കറി ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ കറി ഒന്നും വേണ്ട. പിള്ളേരൊക്കെ മന്തിയാണ്. ചോറ് ഇഷ്ടം മന്തി ഇഷ്ടം. ചോറ് ഇഷ്ടം മന്തി ഇഷ്ടം. ഇതെന്റെ കുട്ടി. ബിരിയാണി ഇഷ്ടം. അത് ചേട്ടന്റെ കുട്ടി. എനിക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ.
ബിരിയാണി ഇഷ്ടം, മന്തി ഇഷ്ടം. പക്ഷെ എനിക്കൊരു സ്വഭാവം ഉണ്ടെങ്കിൽ മന്തിയോട് അത്ര ഇഷ്ടമില്ലാത്ത ആളാ. അല്ലേ, ഞാൻ മന്തി തീരെ കഴിക്കാത്ത ആളാ. അമ്മയ്ക്ക് എന്തിനും മതി. ബിരിയാണി നല്ല സ്ഥലത്തെ ബിരിയാണി കഴിക്കണം. എല്ലാ ബിരിയാണിയും എനിക്ക് അക്സെപ്റ്റ് ആവില്ല. ചില സ്ഥലത്ത് മസാല മസാല കുത്തൽ എനിക്കും ഇഷ്ടമല്ല. അമ്മ ഉണ്ടാക്കണ ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടം. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. ഇവിടുത്തെ അടിപൊളിയാ. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി പൈനാപ്പിൾ എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ മഞ്ഞാലി ബിരിയാണി കിട്ടും. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം വീട്ടിലത്തെ ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. പുറത്തെ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല കഴിച്ചിട്ടില്ലെങ്കിൽ ഇഷ്ടമല്ല. എന്താന്നറിയില്ല, ചിലപ്പോ പ്രസവിച്ചാലും ചില കാര്യം മാറില്ല എന്ന് പറയും. പിന്നെ കഴിക്കണ്ടെന്ന് വിചാരിച്ചു കൊടുങ്ങല്ലൂര് പോയപ്പോ പ്ലാൻ ഇട്ട്, പിന്നെ അത് വാങ്ങാനായപ്പോഴേക്ക് വേണ്ടെന്നായി. പക്ഷെ ഷവർമ കഴിക്കുന്നുണ്ട്. ആ ഷവർമ 1-2 വട്ടം കഴിച്ചു, അല്ലാണ്ട് കഴിക്കണില്ല. എനിക്ക് എന്നാലും പുറത്തെ ഫുഡിനോട് ഇഷ്ടമല്ല, നോണിനോട് വലിയ ഇഷ്ടമല്ല. ഇവള് പരാതിപ്പെട്ടിയാട്ടെ, എങ്ങനെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ അപ്പൊ അവള് പറയും, പരാതി തുടങ്ങും. എന്നിട്ട് അവള് ഞങ്ങളെ കൂട്ടാണ്ട് സാൻഡ്വിച്ച് കഴിക്കാൻ കഴിക്കാൻ പോയില്ലേ. എന്നെ കൂട്ടാണ്ട് വേണ്ടടിക്ക് പോയി ഇവര് രണ്ടാളും. അത് മുന്നത്തെ കാര്യമായിട്ട് പറയണ. അപ്പൊ കുഴപ്പമില്ല. എന്നെ കൂട്ടാണ്ട് ആരെ KFC പോയി. അത് കഴിച്ചാ അപ്പിട്ട് പോകും, ഇത് കഴിച്ചാ അപ്പിട്ട് പോകില്ല. കുണിക്കേ നിങ്ങൾ അന്ന് ചൂട് പിടിക്കാൻ പോയ സ്ഥലം ഏതാ? അവിടെ പോയാലോ? അതിക്കാട്ടും 8 മണിക്കട്ട സ്ഥലമുണ്ട് നമ്മുടെ പാടം. പാടം കുതിരവേല പാടത്തല്ല, അപ്പുറത്തായിട്ട് ചൂണ്ടിട്ടത് പാപ്പനായിട്ട് പോയിട്ട് ഉള്ളില് പോയിട്ട്. ഉള്ളിലാണ് മഞ്ജുവാരുടെ വീട്ടിൽ ദൂരം. നല്ല എളുപ്പുണ്ട്, പിടിച്ചാണ്ടല്ലോ അപ്പനോടി പോകും. പക്ഷെ ആ മീനൊക്കെ ചത്തൂട്ടാ. നീ നെക്കി കൊന്നതിന് ചേട്ടാ മൂതളത്തിക്ക് കൊന്നു അതല്ലേ ഒരെണ്ണത്തിൽ നീ ഞെക്കി കൊന്നാണ്. അപ്പൊ ശരിക്കും ഞാൻ വെറുതെ പറഞ്ഞാ നീ ഞെക്കി കൊന്നാ? ഇല്ല, നരകത്തിൽ പോട്ട് കുണിക്ക കുണിക്കിനും പേടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട്. വെറുതെ അല്ല, ശരിക്കുള്ള തന്നെയാ നരകവും സ്വർഗവും. പിന്നെ വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ടില്ലേ, വെറുതെ ആണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഉണ്ടാവും അല്ലേ. അരമണിക്കൂറെ പോയിട്ടുള്ളൂ. അലർജിയാണോ? ക്ലൈമറ്റ് ചേഞ്ച് ആവണമെന്ന് വരുന്നത് എന്താണെന്ന്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ എളുപ്പല്ല, മാറിയിട്ടൊന്നും ഉഷാറാവണല്ലോ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തു പോട്ടാ. അപ്പൊ വീഡിയോ എടുക്കാം ബാക്കി. എവിടേക്കല്ല ഞങ്ങളെ ട്യൂഷനാക്കാൻ പുറത്തേക്ക് ഇറങ്ങണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരുന്ന ട്യൂഷനാക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് പഠിക്കില്ല. മാം വിളിച്ചിട്ടുണ്ട്. കാണാം. ട്യൂഷൻ പോകാൻ വേണ്ടി മുടിയിട്ടെ എന്ത് നല്ല മുടിയുണ്ട് കുട്ടീനെ അല്ലേ? എന്നിട്ട് അത് കെട്ടാണ്ട് നശിപ്പിക്കാനാ? അമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇഷ്ടമില്ലാത്തൊരു വാക്കിന്ന് വായന വരില്ല. എന്റെ അടുത്താണ് ഇവരുടെ കുറുമ്പ് കളിയൊക്കെ അല്ലേ? കണ്ട് പിരിഞ്ഞപ്പോ തന്നെ നല്ല വൃത്തിയായി കുട്ടീനാണ്. അത് അമ്മയ്ക്കറിയുള്ളൂ, എനിക്ക് മേടയാനറിയാം. എങ്ങനെ വെച്ചിട്ട് പക്ഷെ ട്യൂഷൻ പോകുമ്പോ എനിക്കറിയാം. വളരെ ഉദ്ദേശിച്ചത് കുഞ്ഞിനിങ്ങനെ ചെയ്യുന്ന പെണ്ണുണ്ടി തന്നെ വേണം കേട്ടോ. കെട്ടിയെടുക്കുമ്പോ ആലോചിക്കണം, പെണ്ണുണ്ണി എന്നെ വേണം ഇങ്ങനൊക്കെ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിന്റെ മുടി കെട്ടിയല്ലേ അങ്ങനെ വേണേ ചില നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ സ്വഭാവം കാണിക്കും. ഇത് കെട്ടല്ലേ, ഇത് ബണ്ണിടല്ലേ? ഇങ്ങനെയല്ലോ ചേച്ചേട്ടൻ കുറച്ചെടുക്കാം. കുറച്ചുകൂടി കുറച്ചെടുത്താൽ മതി.
ഞാൻ പണ്ട് എപ്പോഴും വെട്ടണ ഹെയർ സ്റ്റൈൽ പണ്ടമ്മയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട് കൊടുത്ത് ചെയ്യാം കുറച്ച് കൊടുക്കണം പുളിയുണ്ട് 076L33 കൊണ്ടുവന്നത് തൊട്ടത് നേരെ വെക്ക് കട്ടല്ല നേരെ വെക്കാണ്ട് തുങ്കം അങ്ങനെ പാടത്തെത്തി. നല്ല രസാട്ടാ. ആ മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? ആ മഴ കഴിഞ്ഞിട്ട് ഒരു കാണാൻ നല്ലൊരു ഭംഗിയല്ലേ ഇവിടെ. നല്ല രസം. കുതിരവലപ്പട ഞാൻ ഇത്ര ഇറങ്ങി നിന്നിട്ടില്ല ഇവിടെ അങ്ങോട്ട് അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരാറൊക്കെ ഉണ്ട്, പക്ഷെ ഇറങ്ങാറില്ല. ഇവിടെ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാം. ആ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ചെയ്യാം. ഞാൻ വയ്ക്കണേ കുഞ്ഞിന്റെ വേണേ ചെയ്യാം. ഓണത്തിന്റെ നല്ല ഭംഗിയിൽ ഇവിടെ ഈ വരുമ്പോ രസാ. ആ സെറ്റപ്പാട്ടാ, നല്ല വൈബ്. ഉണ്ടാവിരിക്കും. ഇല്ലാണ്ടിരിക്കൊന്നുമില്ല. അതല്ല ഇവിടെ നോക്കുമ്പോ ഇത് നല്ല രസാണ് ആ പച്ചപ്പ്. ആ ഇവിടെ ഇപ്പൊ നട്ടിട്ട് വരണായിരിക്കും അല്ലേ? ഇവിടെ ആക്കിയിട്ടില്ല, പക്ഷെ ഇവിടെ ആക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. ആ നല്ല രസാട്ടാ, അടിപൊളി. അടിപൊളി. ഇങ്ങനെ പോണം പാടവരമ്പത്ത്. അല്ല നല്ല വൈബാവും. ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇത് കണ്ട നല്ല രസാ. ഞങ്ങൾക്ക് ഭയങ്കര രസാ ഇത്. ഓ ഞങ്ങളെ ഭാഗത്തൊന്നും ഇതൊന്നും ഇല്ലല്ലോ, കാണാറില്ല. ചാടിയ വീഴോ? ഇല്ല. നെല്ല് ആ ട്രാക്ട് മഴയൊക്കെ അല്ലേ. ഇതില്ല. ആ പാമ്പുണ്ടാവും, സൂക്ഷിക്കണം. ആ എന്ത് ഇതാ? ആ മുളച്ചു വരണ. ഏത്? അല്ലല്ല, ഏയ് ബ്രാലൊക്കെ പാറ്റും. അത് ഇവിടെ പറ്റൊന്നും അറിയില്ല. ഇവിടെ ഉണ്ടാവും, ഇതിലുണ്ടാവും, ഒഴുക്കിലുണ്ടാവും. കാറിന്റെ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലേ? ഇതൊക്കെ ചെളി പിടിച്ചിരിക്ക. കഴുകി രണ്ടോട്ടൊക്കെ ഓടി. നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടില്ല, അതും കൂടെ സെറ്റായി അല്ലേ? പൂർണ്ണ അതാണ്, പക്ഷെ അടിപൊളിയല്ല ഓടിക്കാൻ, നല്ല സുഖമായിരിക്കാൻ. ഇല്ല, വണ്ടിയുടെ ഷൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടി, നമ്മളെ മറ്റേ നന്ദസ് ഫ്ലോ ഒക്കെ അടിച്ച്. ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇപ്പൊ എടുത്തിട്ട് അതുമ്പോ ഇരുന്ന് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ പിന്നെ ഇതുപോലത്തെ എന്ത് ചെയ്യും? തീർന്ന് അത് നമ്മള് മുൻകൂട്ടി എല്ലാം പറയണല്ലോ. അത് നമ്മുടെ പൊറക്കണം പള്ളി കാണിച്ചത്തെ അതല്ലേ? കിട്ടൂല, കിട്ടും. പോർക്കുളം പള്ളി
ഓടാട്ടാ. ആ ഓക്കെ. അവിടെ ആരും നിക്കണേ കിട്ടുക. 15 ഇത്രയും പോയി. എത്ര ഫോട്ടോയില് 25 പോവും. ആ ഫോട്ടോയില് പോവും. ഓക്കെ. എത്രയും ലോങ്ങാലേ. എന്റെ കാലിൽ നിലത്തോട്ടില്ല കേറിയിരുന്ന. ഇല്ല നോട്ടില്ല ചെറുതായിട്ട്. ഏട്ടൻ്റെ കുറച്ചല്ലല്ലോ എനിക്ക്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് രസം. വീഡിയോ എടുക്കണം, രസമുണ്ട് ഇവിടുന്ന്. തള്ള എടുക്കോ ഓടിച്ച. കുതിരവേലനെ കുറിച്ച് പറഞ്ഞ ഏട്ടൻ കണ്ടിട്ടില്ലല്ലോ കുതിരവേല. നാട്ടിലത്തെ വിശേഷങ്ങൾ 2 കൊല്ലം ആയിട്ട് ഞാനും കണ്ടിട്ടില്ല കുതിരവേല. 2 കൊല്ലം കുതിരവേല കണ്ടില്ല. ഇല്ല, ഞാൻ കുതിരവേല കേൾക്കണ ഞാൻ പറയുമ്പോൾ എനിക്ക് പക്ഷെ ഇഷ്ടം കുതിരവേല. ഈ കൊല്ലം കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഈ കൊല്ലം ഒരാളുണ്ടാവുമല്ലോ, കുഞ്ഞുവാവ ഉണ്ടാവും. അപ്പൊ അതും വലിയ കണക്കാ. തീരുമാനമായി കുതിരവേല വെച്ചാൽ പുലർച്ചെ വരെയുണ്ട്. ഉണ്ണിയും കൊണ്ട് വരെ എളുപ്പമില്ല. കുഴപ്പമില്ല, അമ്മയില് കൊടുത്തിട്ട് അമ്മ വീട്ടിൽ നോക്കും. ഞാൻ കറങ്ങിട്ട് വന്നിട്ട് അമ്മ പിന്നെ വന്നിട്ട് കറങ്ങിക്കട്ടെ അല്ലേ. അതെ. പക്ഷെ ഇന്ന് വണ്ടിയും തിരക്കൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ എപ്പോഴും വണ്ടി പോവില്ല. കുണക്കനും കുണക്ക് വീഡിയോ കണ്ട ഞങ്ങൾ രണ്ടാളും കഴുത്തെടുക്കും അല്ലേട്ടാ. ഇപ്പൊ പക്ഷെ ഇരിക്കാനൊക്കെ ഇതെങ്ങനെ ആക്കിയോടുകൂടി നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കുറെ നാള്. അല്ല, ഞാനിതും ഇരുന്നിട്ടില്ല. എന്താ വെച്ചാ ഇത് വന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ സീറ്റ് വെച്ചിട്ട്. അവിടെ ഒരു റോഡ് കഴിഞ്ഞാൽ അറ്റം വരെ പാടാ. എന്തോരം പാടാ. ഞാനിപ്പോഴാലോചിക്കണം എന്തോരം പാടാന്ന് അല്ലേ. ഇവിടെ കിടന്നുറങ്ങിയാലോ നല്ല സുഖം അല്ലേ. അതെ. പിന്നത്തെ വീഡിയോ കഴിഞ്ഞ കഴിക്കണ ആൾക്കാർക്ക് കാണാൻ പറ്റൂല. ഈ ഏട്ടൻ്റെ കുറുമ്പാണ്. ഞാൻ ആലോചിക്കാണ് ഉണ്ണീനെ ഏട്ടനെ കൂടെ ഒരുമിച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്തു. കുട്ടീനെ അച്ഛനും വലുതായിട്ടില്ല, കുട്ടിയും വലുതാവില്ല. കുട്ടിക്കാണെങ്കിൽ ഒരു കുട്ടീനെ മൈൻഡായിരിക്കും. അച്ഛനും വലുതായിട്ടില്ല. അച്ഛന് വെച്ച് കിട്ടിയെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാനിവരുടെ രണ്ടാളെ ഇടയിൽ കിടന്നിട്ട് കുറുമ്പ് കാണിച്ചിട്ട് എന്താ ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ട് എന്റെ സ്വഭാവം കിട്ടിയത്. അതല്ല പ്രശ്നം. ഇവര് ടോയ്സിനൊക്കെ മിക്കവാറും അടി ഉണ്ടാക്കും ഉറപ്പാ. ഏട്ടൻ്റെ ടോയ്സ് ഒന്നും ഏട്ടൻ ഉണ്ണിക്ക് കൊടുക്കുന്ന തോന്നുന്നില്ല. കൊടുക്കേട്ടാ. പിന്നല്ല, ചിലപ്പോ മാറിയിരിക്കും. ചെലപ്പോ കുട്ടി വെച്ചിട്ട് പഠിച്ചാൽ അച്ഛൻ പഠിക്കില്ല. അച്ഛൻ കുട്ടികളെ നടക്കല്ലേ. ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്, ചില നേരത്ത് ഇല്ല അല്ലേ. അമ്മയെ കണ്ട ഇതൊക്കെയാണ് കുറുമ്പുള്ള കയ്യില് അല്ലേ. കുടിക്കലും കൂടെ തല്ലുണ്ടാക്കണ ഞാൻ കുണിക്കലും കുടിക്കലും ചെറിയ കുട്ടിയത്. എന്ത് ചെയ്യണം, അമ്മ ഇങ്ങനൊക്കെ പോയി. ചുള്ളനായി 10 വയസ്സ് കുറയ്ക്കാൻ വേണ്ടിട്ട് താടിയൊക്കെ കളഞ്ഞ് നടക്കുക. വയസ്സ് പറഞ്ഞത് വീഡിയോയില് പറയണട്ടെ, കമന്റ് ഇടണേ. താടി കളഞ്ഞിട്ട് അല്ല അതിനു വേണ്ടിയുള്ള ഇനി കാടിയും മുടിയൊക്കെ എടുത്തപ്പോ പ്രായം കൂടെന്നുള്ളൊരു കമന്റുകൾ വന്നു. അതല്ല, ഇനി പ്രായം കുറഞ്ഞില്ല എന്ന് പറഞ്ഞാലേ ഇത് മൊത്തം മൊട്ടടിക്ക് താടി മൊത്തങ്ങള് കുഞ്ഞുവാവയും അല്ലേ. താടി ഒന്നും ട്രെൻഡല്ലാന്ന് തോന്നുന്നു. അല്ല, താടി ഉണ്ടായപ്പോ ഒന്നുകൂടി ഒരു പ്രായം മാത്രല്ല, ഒരു എന്താ പറയാ, ഒരു സെറ്റ് ചെയ്യാണ്ട് തന്നെ നടക്കുന്ന ഒരു ആൾക്കാരെ ലുക്ക് വെക്കില്ല, അങ്ങനത്തെ ഒരു ലുക്ക് വന്നുണ്ട് ഇപ്പൊ. ശരി, മുടി പിന്നെ പറ്റിയൊന്നുമല്ല. മുടി പിന്നെ കുണിക്കാണ് ഞെട്ടിപ്പോയത്. ആരെ കുഞ്ഞു അല്ല, ഏട്ടന്റെ മുടിയും താടിയും വെട്ടി കഴിഞ്ഞാൽ ഏട്ടന്റെ തല ഇത്രയ്ക്ക് അല്ലേ. അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അപ്പൊ പ്രായം തോന്നും. ഏട്ടന്റെ കുടുക്ക പറയണ്ടേ കാലും അത് ഇത്രയ്ക്കുള്ളൂ ചേട്ടൻ്റെ. പക്ഷെ എനിക്കിഷ്ടമായി. എനിക്ക് ആദ്യത്തെ ഒരു ദിവസം ഈ മുഖം കാണുമ്പോ എനിക്ക് വേറെ ആരുടെയോ ഫേസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്ത ഫേസ് ആയിരുന്നു. ഇതൊന്നല്ല, ഞാൻ പിന്നെ മുടി വെട്ടിയാലും വാടി വെട്ടിയാലും മീശ വെട്ടിയാലും വേറെ ആളായെന്ന് മാറും. ഷേപ്പിനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ നോക്കി പഴയ ഇതിൽ എൻ്റെ അമ്മേ. ഇപ്പൊ എനിക്ക് തോന്നണത് ഏകദേശം പറയാ കല്യാണ സമയത്തെ ഷേപ്പാണോ, അതിന് മുന്നത്തെ ഷേപ്പാണ്. മുന്നത്തിലേക്ക് പോയി. എൻഗേജ്മെന്റിന് മുന്നത്തെ ഒരു ഷേപ്പ് അല്ലേ. കല്യാണം പെണ്ണാളിൽ കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോ താടി ഫുള്ളും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നെ കാണാൻ വരാൻ മടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഷേപ്പ് വന്നു. ഞാൻ പ്രായം കുറെ മുടി കെട്ടണം.
കേട്ടോ കുറേ പേര് പറഞ്ഞിട്ടില്ല അങ്ങനെ അല്ലേ അടിച്ചു വിളിക്കട്ടെ. നമ്മളെ കല്യാണം ഇല്ല അപ്പം നമുക്ക് അറിയാലോ. ഇഷ്ടറിയാലോ. ആ ചാക്കാണ് കേട്ടോ അത്. ചാക്കല്ല, ആ മഞ്ഞ പച്ച അതെ ബ്രസീലിന്റെ കൊടിയിട്ട പോലെ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ എന്താ? ബാക്കി വിശേഷങ്ങള് അടുത്ത വീഡിയോയില് കാണാം. വീഡിയോ കഴിഞ്ഞ എത്ര പെട്ടെന്ന് എന്തൊക്കെ എടുത്ത് വെച്ച് നേട്ടന് മാത്രമേ. അതെ, കാരണം ഞങ്ങൾ ഒരു ആദ്യം എനിക്ക് കുറെ കമന്റുകൾ കുറെ വന്നപ്പോൾ ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ വേണ്ട, നല്ലൊരു വീഡിയോ ആയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അല്ലേ ഇട്ടത്. പിന്നെ സംസാരിക്കാം, സമയമുണ്ടല്ലോ. അപ്പൊ അടുത്ത വീഡിയോ അങ്ങനെ പോട്ടെ. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ബൈ ബൈ. മഴ 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 നല്ല മഴ ഇട്ടാ ഓടാൻ പറ്റില്ല, ഉണ്ണിണ്ട്. ശരി, പണ്ടൊക്കെ ഇപ്പൊ മഴ കൊണ്ടാലും നടക്കാനേ പറ്റുള്ളൂ. ശരിയാ, എന്താ വെച്ചാല് പെട്ടെന്ന് ഓടണോണ്ടല്ല തട്ടി തടഞ്ഞ് വീണ പണിയും. എനിക്കാണെങ്കിൽ വീഴ്ചക്ക് കാലിനും നടത്തത്തിനും മോശമില്ലാത്തോണ്ട് കുഴപ്പമില്ല. വെറുതെ നടക്കുന്നതന്നെ വീണു. പനി പിടിക്കണ്ട. ഓക്കെ, കഴിഞ്ഞു.